അല്ലാണ്ട് ആണിനെ നോക്കിയിട്ട് ആണുങ്ങൾക്ക് എന്ത് സുഖ പാന്റ് ഉടുക്ക കുപ്പായട അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. മക്കളോട് പറയണം, പെണ്ണായിട്ട് വളരുമ്പം നിനക്ക് പടച്ചോൻ തരുന്നൊരു ബർക്കത്തുണ്ട്. എന്റെ വയറിൽ ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോ സ്ഥാനം കൊടുക്കുമ്പം അഭിമാനിച്ചോളൂ ഉമ്മാരെ. എന്തുകൊണ്ടാ പടച്ചോ നിങ്ങളെ കാലിന്റെ തോട്ടിലാ സ്വർഗം തുറന്നേ? എന്തിനാ സ്വർഗത്തിന്റെ 8 വാതിലും ഉമ്മാരെ നിങ്ങൾക്ക് തുറന്നേരാന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്തേ റസൂൽ പറയാനുള്ള കാരണം? നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാണ്. അല്ല, സ്വർഗത്തിലും കൂടുതൽ സ്ത്രീകളാ. ഈ സ്ഥാനമൊക്കെ പടച്ചോൻ തന്നത് എന്താണെന്നറിയോ? നിങ്ങളെ നേരെ മറന്റെ എപ്പറ ഇരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ. ഇവരെ വയറ്റിൽ ഒരു ഉമ്മയും കിടന്നിട്ടില്ല, ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കിടന്നിട്ടില്ല. നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ. അത് അഭിമാന, അന്തസ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തിലാ, എന്റെ വയറിലാ. അതുകൊണ്ട് അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ ലക്ഷക്കണക്കിന് സഹാബത്തിനെ അറഫ മൈതാനിയിൽ നിർത്തി അള്ളാന്റെ പ്രവാചകൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, വനിസാഉകുൻ അലൈഹിന്ന ഹഖ്ഖുൻ. നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണട്ടോ. കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത്. അവര് ജീവിതം മാറ്റിവെച്ചതുകൊണ്ടാ. ഒരു ഉമ്മാന്റെ വയറിലാ ലോകത്തിന്റെ നിലനിൽപ്പ്, ഒരു ഉമ്മാന്റെ ഉദരത്തിലാ ഈ ലോകത്തിന്റെ സന്തോഷം. ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ, പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടും.